गाइस, वेरी गुड मॉर्निंग। और आज है फाइनली वेडिंग डे। और कल हम बहुत लेट आ गया था, सो ब्लास्ट किया, मतलब एकदम ब्लास्ट। हाँ, पूरा डांस, डीजे, लाइट शो, लेजर, स्मोकिंग, एवरीथिंग was so good and cousins were so much having fun, so active. अभी तक अकेला का मैं सबसे मतलब कि बहुत हैपनिंग वेडिंग देखी जिसमें मैं सबसे ज्यादा एंजॉय किया। हैपनिंग। हाँ, उसने माँ बाप का बात नहीं सुना। और He was doing too much of activities. తెల్లవారే వెలుగు రేఖలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మల అల్లి బిల్లి వెన్న పాల నురగల అచ్చ తెలుగు ఇంటి పూల కొమ్మల దేవదేవుడే അവിടെ പോയി പറയും. తెల్లవారే వెలుగు రేఖలా పచ్చ పచ్చ పచ్చి మట్టి ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ఎరచప్పుడు కదిరే మెడలో తాళవన ప్రతి నిమిషం ఆయుధునే పెంచైనా కునుకప్పుడు కుదిరే నీ కన్నులలోన కలలన్నీ కాటుకనై చదివేనా చిన్ని నవ్వు చాలే నంగ నాచి కూనాముల్లో కాలు మింగే మూతి ముడుపు దానా ఇంద్రధనుసు దాచి రెండు కళ్ళల్లోనా
ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ആ താളം കൈമാറിയിരിക്കുകയാണ്. ഇനി ബാക്കി നിന്റെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ബൈ ബൈ. പൂരം കൊടിയിറങ്ങിയതിനെ കുറിച്ച് 2 വാക്ക് കിരണിന്റെ വക. പൂരം നമ്മുടെ അച്ഛൻ്റെ കല്യാണമായിരുന്നു. ഏകദേശം ഒരു മാസം അല്ലേ, ഒരു 6 മാസം പ്ലാനിങ് ആയിരുന്നു. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ഉത്സവം പടിയിറങ്ങി. ഞങ്ങളുടെ ഉത്സവമായിരുന്നു അച്ഛൻ പടിയിറങ്ങി. കലങ്ങിയിരിക്കുകയാണ്. എന്റെ പെങ്ങളൂട്ടി പോയതിലുള്ള വിഷമം, ഇതുപോലത്തെ വൈബ് നമ്മളെ കുടുംബത്തിൽ ഇനി മറ്റാരും ഇല്ല. മാൻഡ്രേക്കിനെ പാലക്കാടിലേക്ക് കൺമായി മിഷൻ സക്സസ്ഫുൾ. ഇനി എന്നും പാലക്കാട് നീ പറ, ഉത്സവം കൊടിയിറങ്ങിയതിനെ കുറിച്ച് 2 വാക്ക്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു. ഏറ്റവും വലിയ ഉത്സവത്തിന് കാരണമായിരുന്നു അച്ചു. ഇപ്പോ ആ ഉത്സവം ഇല്ല, ഇനി പാലക്കാട് പോയി ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നാളെ തൊട്ട് നമ്മൾ പാലക്കാട് മിഷൻ പാലക്കാട്. सो गाइस हम लोग पहुंच गए हैं पालक्काड और मैं तो फर्स्ट टाइम आ रही हूँ. അച്ഛനെ നേരത്തെ വിടണം വീട്ടില്. മാമ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നു. After marriage next day. Tomorrow also will like me. I cannot ask for you. നമ്മുടെ നരസിംഹം പോലെ. മുടിയുടെ കളർ പ്ലച്ചനുണ്ട്. പച്ച കളറിന്റെ പ്ലച്ചനെ. അനിയൻകുട്ടി വന്നിട്ടില്ലേ? ചേട്ടൻ ഞാൻ നേരെ നിന്നില്ല, ഒന്നുകൂടെ എടുക്കോ? ഞാൻ വന്നില്ലേ രവീനയുടെ കല്യാണത്തിന് വീട്ടിൽ വരും. സങ്കടപ്പെടണ്ട.
കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആദ്യ ദിവസം? Everybody is very sad actually. My cousins are very sad. Yeah. They are not committing the fact actually. That's the reason. ചേട്ടാ നമ്മൾ മറ്റു സ്ഥലം സീൻ കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്താലും എല്ലാരും എക്സ്പ്രഷൻ പാട്ട് കേട്ടിട്ട് അവക്ക് മനസ്സിലാവാത്തോണ്ട് അവള് വേറെ എന്താ നല്ല കാര്യം പറഞ്ഞാണ് ഏതോ നോർത്ത് ഇന്ത്യയില് വളയൊക്കെ വെക്കാൻ വന്ന വള വെക്കാൻ വന്ന ഗുജറാത്തിൽ നിന്ന് മുടിയുടെ കളറും കൂടെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് ആയി. നീ എവിടെ പോവാ? നമ്മളെ പോകുന്നത് ഗുജറാത്തിലെ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടിയാ. അവൻ കുറെ നാൾ എന്റെ പുറകെ നടന്നു. ഞാൻ പിന്നെ അവസാനം എന്റെ ദൈവം ഓക്കെ അങ്ങനെ അവള് സെറ്റ് അടിപൊളിയായിട്ട് അടുത്ത ദിവസം എനിക്ക് ഇനിയും വർഷങ്ങളുണ്ട് 30 ആവാൻ വേണ്ടിട്ട്. 10 മാസം ഒന്നല്ല, എനിക്ക് ഇനിയുണ്ട് 2 വർഷം. കള്ള നീ ആ മുതുക്കൻ എന്നെ അവനെ കണ്ട അച്ഛനെ മോളെയും പോലെ ഇല്ലേ. എന്തെങ്കിലും ചെയ്യുക പൊട്ടാ. ലേവനാണെങ്കിൽ ചോദിച്ചു നമുക്കിനി ഒരുമിച്ച് ജീവിച്ചാലാ. ഞാൻ അപ്പോൾ ഓക്കെ ചേട്ടാ ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞു.